അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ചാളാരി സമസ്ത കേരള ജമിയത്തുൽ ഉലമയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടാകുകയും CIC വിഷയവുമായി ബന്ധപ്പെട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുകയും അത് കാരണമായി രാഷ്ട്രീയക്കാരൊരു ഭാഗത്തും രാഷ്ട്രീയക്കാരെ പിന്തുണക്കുന്നവരായ ആളുകൾ ഒരു ഭാഗത്തും ആദർശപരമായി സുന്നത്ത് ജമാഅത്തിനെ അനുകൂലിക്കുന്ന ആളുകൾ ഒരു ഭാഗത്തുമായി നിന്നുകൊണ്ട് സംഘം ചേർന്നുകൊണ്ട് പരസ്പരം വേദിയൊരുക്കിക്കൊണ്ട് സംസാരിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. അവിടെ വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, പരിശുദ്ധ സുന്നത്ത് ജമാഅത്തിന്റെ ആശയത്തിനോട് താല്പര്യമുള്ള യുവാക്കളും രാഷ്ട്രീയക്കാരാണെങ്കിലും രാഷ്ട്രീയത്തിനോട് താല്പര്യമില്ലാതെ ഒന്നാം കിടയിൽ സുന്നത്ത് ജമാഅത്ത് അവതരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം ആളുകൾ, അബ്ദുറഹ്മാൻ മൗലവിയുടെ അതുപോലെ സലാം ബാക്കവിയുടെയൊക്കെ നേതൃത്വത്തിൽ സജീവമായി സുന്നത്ത് ജമാഅത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു വേദി. മറുഭാഗത്ത് രാഷ്ട്രീയക്കാർക്ക് അനുസരിച്ചുകൊണ്ട് രാഷ്ട്രീയക്കാരുടെ പിന്തുണയോടുകൂടെ ഞങ്ങളാണ് സമസ്ത എന്നും സമസ്തയുടെ ആശയമാണ് ഞങ്ങൾ പറയുന്നത് എന്നും വാദിച്ചുകൊണ്ട് അബ്ദുസ്സമദ് പൊക്കോട്ടൂരിനെ പോലുള്ള ആളുകൾ, കുട്ടിസന്താരിമിയെ പോലുള്ള ആളുകളൊക്കെ അതിൻ്റെ പിന്തുണ പ്രഖ്യാപിക്കുകയും അങ്ങനെ സംസാരിക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. അത് രണ്ട് ഭാഗത്തും ശക്തമായ നിലപാടുകളും ശക്തമായി വിട്ടുവീഴ്ചയില്ലാത്തതും CICയുടെ പരിപൂർണമായി സപ്പോർട്ട് ചെയ്തുകൊണ്ട് CICയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞാൽ CIC എന്ന് പറഞ്ഞാൽ ഹക്കീം ഫൈസി പുത്തൻവാദത്തിൻ്റെ ഒരു ഹൃദയത്തിൽ ചേക്കേറിയ ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് പല ചിന്തകളും പുത്തൻവാദികളുമായി ജമാഅത്തുമായി മുജാഹിദുമായി വളരെ അടുപ്പമുണ്ടാകുകയും അവരുടെ ആശയത്തിലെ ഒരുപാട് നവീന ആശയമാണെങ്കിലും അത് ഉൾക്കൊള്ളണമെന്ന് താല്പര്യപ്പെടുകയും ചെയ്യുന്ന CFIC അയാളുടെ ആശയത്തെ അനുധാവനം ചെയ്യണമെന്ന് താല്പര്യപ്പെടുന്ന ആളുകളാണ് ഈ സ്വഹാബികൾ എന്നറിയപ്പെടുന്ന കുട്ടിസന്താരിമിയുടെയും അതുപോലെ അബ്ദുസ്സമദ് പൊക്കോട്ടൂരിൻ്റെയും നേതൃത്വത്തിൽ അണിനിരഞ്ഞത്. അതിലുണ്ടായിരുന്നതാണ് ജബ്ബാർ സാഹിബ്, അതുപോലെ കുറേ സാഹിബന്മാർ പിന്നാലെ ഉണ്ട്. അവർ ശക്തമായി മുന്നോട്ട് പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. സത്യത്തിൽ അവർ പറഞ്ഞതാണ് 89 അവരെടുത്ത നിലപാട്. ആ നിലപാട് തന്നെയാണ് സമദ് പൂക്കോട്ടൂരുള്ളത്, മറ്റുള്ളവരുള്ളത്. 1989 പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ചാളാരി സമസ്തയുടെ നിലപാട് എന്താണോ ആ നിലപാടാണ് സമദിൻ്റെയും കുട്ടിയസൻ ദാരിമിയുടെയും മുക്കം മൊയ്നാജിയുടെയും അതുപോലെയുള്ള മറ്റ് സത്താറോ വേറുള്ള ആര്യമാരൊക്കെ പറഞ്ഞത്. 1989 പറഞ്ഞത് അങ്ങനെയാണ്. ആ നിലപാടാണ് അവരെടുത്തത്. അതേസമയത്ത് സമസ്ത പിളരുന്ന സമയത്ത് 89 ആദർശം പറഞ്ഞുകൊണ്ട് പുറത്തു പോകുന്ന ബഹുമാനപ്പെട്ട ഷെയ്ഖുന സുൽത്താനുൽ ഉലമ AP ഉസ്താദിൻ്റെയും മുള്ളാൾ തങ്ങൾ പാപ്പാൻ്റെയും നേതൃത്വത്തിൽ ബഹുമാനപ്പെട്ട CM വലിയുള്ളാഹിയുടെ ആശീർവാദത്തോടുകൂടെ ഏത് അഭിപ്രായമാണോ പറഞ്ഞത് ആ അഭിപ്രായത്തിനെ പിന്തള്ളുകയായിരുന്നു 35 വർഷത്തിന് ശേഷം ഇപ്പോൾ AV അബ്ദുറഹ്മാൻ മൗലവിയുടെയും അതുപോലെ നമ്മൾ അബ്ബലക്കടപ്പ് ഫൈസിയുടെയും സത്താർ ഫൈസിയുടെയും ഒക്കെ നേതൃത്വത്തിൽ നടന്നത്. ചാളാരി സമസ്തയുടെ ആ നിലപാടിൽ നിന്ന് മാറി സുന്നത്ത് ജമാഅത്തിന്റെ ആശയത്തിലേക്കാണ് സത്യത്തിൽ പോയത് എന്നുള്ളത് എല്ലാ മൂക്കുകീപ്പെട്ടായ ആളുകൾക്കും അറിയാം. ഒരു വേള AV അബ്ദുറഹ്മാൻ മൗലവിയെ തുറന്ന് പറയുകയും നിങ്ങളും കൂടി സപ്പോർട്ട് ചെയ്യണമെന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നട്ടലിൻ്റെ സ്ഥാനത്ത് ചെറുങ്ങനെ വായനാരായതുകൊണ്ട് അദ്ദേഹം പിന്നീട് തിരുത്തിയെന്നാണ് ഞാൻ കേട്ടത്. തിരുത്താറില്ലെങ്കിലും ആ പറഞ്ഞത് എന്താണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും തിരിയും. 1989 ചില ആളുകളൊക്കെ ആദർശം പറയുകയും ഈ ആദർശം പറഞ്ഞ് 11 ആളുകൾ, അത് സമദ് പൂക്കോട്ടൂർ പറയുന്നത് പോലെ 6 ആളുകളല്ല അന്ന് സമസ്തയിൽ നിന്ന് പ്രതിഷേധിച്ചിറങ്ങിയത്, 11 ആളുകളാണ്. ആ 11 ആളുകളിൽ നിന്ന് ചില ആളുകളൊക്കെ തിരിച്ചു പോവുകയും ഇതുപോലെ മഹലിൻ്റെ സ്ഥാനങ്ങൾ മുക്കം ഉമർ ഫൈസിയെ സംബന്ധിച്ച് ഇപ്പോൾ പറയുന്നുണ്ടല്ലോ, അത് തരൂല ഇത് തരൂല എന്നൊക്കെ പറഞ്ഞിട്ട് നിന്നെ സമസ്തയിൽ നിന്ന് മുഷാവറയിലും വേണ്ട, നീ ഞങ്ങളെ രാഷ്ട്രീയക്കാരാകുന്ന തങ്ങന്മാരെ എതിർത്ത് മുഷാവറി വേണ്ട എന്നൊക്കെ ചില കല്ലായി അബ്ദുറഹ്മാന്മാർ എതിർക്കുന്നത് പോലെ പല പേടിപ്പിക്കലും
കൊലപാതകവും അക്രമവും അഴിഞ്ഞാട്ടും ഇതൊക്കെ നടന്നപ്പോൾ പേടിച്ച് കുറേ ആൾക്കാർ അങ്ങനെ പോയി. കുറേയിലൊരു 5 എണ്ണം പോയി. കൂട്ടത്തിൽ ഒരാൾ മുഷാവറയിൽ അന്ന് തന്നെ എണീറ്റ് നിന്നിട്ട് അവിടെ തന്നെ ഇരുന്നിരുന്നു എന്ന് ഞാൻ കേട്ടത്. അതിൻ്റെ അടുത്തും കുറേ ആളുകൾ ആണും പെണ്ണും കെട്ട കളികൾ ഉണ്ടായിട്ടുണ്ട്. അത് ഞാൻ പറയാൻ കാരണം മനുഷ്യന്മാർ ഒന്നെങ്കിൽ ആണ് അല്ലെങ്കിൽ പെണ്ണ്, ആണും പെണ്ണും കെട്ടതും ആ കൂട്ടത്തിലുണ്ട്. അത് നല്ലൊരു നിലപാടല്ല എന്നല്ല. അതുപോലുള്ള സമീപനം സത്യത്തിൽ ഇപ്പോഴും നടന്നിട്ടുണ്ട്. മയഞ്ഞിലിന്റെ സ്വഭാവം എന്ന് പറയും. ഹബീബരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തരം സമൂഹത്തെ സംബന്ധിച്ച് വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. ഈ ഒരു സ്വഭാവം നല്ലതല്ല, ഇരട്ടത്തല, ഇരട്ടമുഖം. അത് ഫിത്തനെ കൂട്ടാനേ ഉപകരിക്കുള്ളൂ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ചേളാരി സമസ്തയുടെ 89 സമീപനം ഏതാണോ ആ സമീപനത്തിൽ പിടിച്ചു നിൽക്കുന്ന ആജയമാരൻ ലീഗിന്റെ നേതൃത്വത്തിലുള്ള അവരെ ഒപ്പം നിന്നിട്ട് അവർക്ക് അനുകൂലം പറയും, ഓരോ സ്റ്റേജിൽ കയറിയിട്ട് അവർക്ക് അനുകൂലം പറയും. എന്നിട്ട് തന്നെ ആ വ്യക്തി തന്നെ അങ്ങേപ്പുറത്ത് വന്നിട്ട് സുന്നത്ത് ജമാഅത്തിന്റെ നിലപാടിന്റെ ഒപ്പമുള്ള എ വി അബ്ദുറഹ്മാൻ മൗലവിയും അതുപോലെ സത്തർ പന്തലൂരും പറഞ്ഞ ഓലപ്പം കയറിയിട്ട് പറയും. എന്നിട്ട് അവിടെ വെച്ചുകൊണ്ട് പിന്നെ ആലിമില്ലാത്ത ആളുകൾക്ക് ഖാദി ഖുദാത്തിന് പറ്റൂല, ഖാദിയാക്കാൻ പറ്റൂല, ആലിമില്ലാത്തവരെ ഇമാമത്തിന് പറ്റൂല, ആലിമില്ലാത്ത ആളുകൾ ഇപ്പോൾ രാഷ്ട്രീയത്തിന്റെ നേതാക്കന്മാരാകുന്നു എന്ന് പറഞ്ഞിട്ട് പരിഹസിക്കുക. ഞാനിത് വെറുതെ പറയുകയല്ല. പാണക്കാട്ട് തങ്ങന്മാരെ മുകളിലൂടെ പരുന്തും പാറുകയില്ല എന്ന് പ്രസംഗിച്ച, അല്ലെങ്കിൽ ആ അർത്ഥത്തിൽ പ്രസംഗിക്കുന്ന ലീഗിനെയും ലീഗ് സമസ്തയെയും പിന്നെ അങ്ങേയറ്റത്ത് പോലീഷാക്കപ്പെട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തി, അദ്ദേഹം കൂടത്തായി ഭാഗത്തുള്ള ഒരാളാണ്. നാസർ എന്ന പേര്, അബ്ദുൽ നാസർ എന്ന പേരുണ്ട്. കൂടത്തായി ഭാഗത്ത് അബ്ദുൽ നാസർ പൈസയാണത്രേ. അദ്ദേഹത്തിന്റെ ഒരു വോയിസ് നിങ്ങൾ കേട്ടു നോക്കി. ആദിക്കലി തങ്ങള് ഈ ഓണപ്പാട്ട് പാടുന്ന വീഡിയോ അല്ലേ, അതൊന്നും എനിക്ക് സ്വകാര്യമായിട്ട് ഇട്ടുണ്ടാവും വേറൊരു ഗ്രൂപ്പിൽ കൂടെ. അതുപോലെ മൂപ്പര ക്ഷേത്രത്തിൽ എന്തോ പോകുന്നു, എന്തൊക്കെ പരിപാടി ഉണ്ടല്ലോ. ഒരു കാലിന്റെ കുർമ്മത്തിന് ചേരാത്ത പണി ചെയ്യുന്നത് എന്തുണ്ടെങ്കിൽ. അപ്പൊ അതാണ് സംഭവം. ഇദ്ദേഹം ഞാനല്ല ഈ പറഞ്ഞത് എന്ന് ഇയാൾ നിഷേധിച്ചിട്ട് കാര്യമില്ല. അത് അന്ന് തന്നെ പുറത്തു വിട്ടിട്ടുണ്ട്. എല്ലാവർക്കും അറിയാം ഇത് പറഞ്ഞത് സാക്ഷാൽ അബ്ദുൽ നാസർ ആണ് എന്ന കാര്യം. അബ്ദുൽ നാസർ കാര്യം മനസ്സിലാക്കണം. ഈ സമൂഹത്തിന് പിത്തനയ്ക്കും പ്രശ്നങ്ങളും ഉണ്ടാക്കുക എന്നത് അബ്ദുൽ നാസറിന്റെ പഴയ കാലത്തെയുള്ള സ്വഭാവമാണ്. ഞാൻ ആലോചിച്ചു പോവാണ്. അബ്ദുൽ നാസർ ഒരിക്കൽ കൂടത്തായി നാസർ ഫൈസി ഒരിക്കൽ പ്രസംഗിക്കുമ്പോൾ പറഞ്ഞു, ഈ കാന്തപുരം എന്നതിൻ്റെ ആദ്യത്തെ അക്ഷരം ക എന്നും അബൂബക്കർ എന്നതിൻ്റെ അവസാനത്തെ അക്ഷരം ർ എന്നുമാണ് എന്ന് പ്രസംഗിച്ചു. അതുകൊണ്ട് കാറ് മുസ്ലിയാരാണ് പറയേണ്ടത് എന്ന് എൻ്റെ ചെറുപ്പത്തിൽ ഇവൻ കയറി പ്രസംഗിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് അവിടെ മറുപടി പറയാൻ വേണ്ടി വന്ന ബഹുമാനപ്പെട്ട ഒരു ഉസ്താദ്, പത്തിപ്പേരും അബ്ദുൽ റഷീദ് സഖാഫിയാണെന്ന് എൻ്റെ ഓർമ്മ. അദ്ദേഹം പറഞ്ഞു, അതിന് നാസർ ഫൈസി എന്നതിൻ്റെ ആദ്യത്തെ അക്ഷരം ന എന്നും കൂടത്താഴി എന്നതിൻ്റെ അവസാനത്തെ അക്ഷരം ഇ എന്നും നിങ്ങളെ ഉസൂല് വെച്ചിട്ട് പറയുകയാണെങ്കിൽ എന്താ നിങ്ങളെ വിളിക്കേണ്ടത് എന്ന്. അത് ഞാൻ ഇപ്പോൾ ഒന്ന് ഉണർത്തിയെന്ന് മാത്രമേ ഉള്ളൂ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ രണ്ടും കെട്ട ഏർപ്പാടിനെ എന്താ നിങ്ങളെ വിളിക്കേണ്ടത് എന്ന്. ഒന്നുകിൽ അപ്പുറത്ത് നിൽക്ക് അല്ലെങ്കിൽ ഇപ്പുറത്ത് നിൽക്ക്. ഇത് രണ്ട് കാലും കൂടി രണ്ട് തോണിയിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെ നട കീറുന്നില്ല. എന്താ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഉറച്ച് നിൽക്ക് ചങ്ങാതി എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളത്. കൂട്ടത്തിൽ ഞാൻ എന്തുകൊണ്ട് തിട്ടു എന്ന് ചോദിച്ചാൽ, ഇവനെപ്പോലുള്ള ആളുകളാണ് എല്ലാ പ്രശ്നത്തിനും കാരണം. ഇവൻ നിങ്ങളെ കൂട്ടത്തിൽ നിന്നിട്ട് ഞാൻ സുന്യ എന്ന് പറയും, ലീഗാരൊപ്പം നിന്നിട്ട് ഞാൻ ലീഗും സുന്യ എന്ന് പറയും. അത് സാക്ഷാൽ വഹാബിന്റെ വേദിയിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഒന്ന് തനിച്ച വഹാബി ആയിരിക്കും. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ നേതാവ് ബഹുമാനപ്പെട്ട പേരുൽ ഉസ്താദ് വർഷങ്ങൾക്ക് മുമ്പ് ഈ വിഷയം പറയുന്നുണ്ട്. ബഹുമാനപ്പെട്ടവർ അന്ന് പറഞ്ഞ ആ ഭാഗം കൂടി കേട്ടിട്ട് നമുക്ക് നിർത്താം. ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇസ്ലാം നീതിക്ക് നമുക്ക് മുജാഹിദ് സംസ്ഥാന സമ്മേളനം വയനാട് സുവനീർ, മുജാഹിദ് സമ്മേളനത്തിന്റെ സുവനീർ. ഇതിന് 186 പേജ് മറിക്കുക. 186 പേജ് മറിച്ചാൽ നിങ്ങൾക്ക് നാസർ കൂടാത്തായി കാണാം. മുജാഹിദിന്റെ സുവനീറിൽ നാസർ കൂടത്തായി കാണാം. ഇപ്പോഴത്തെ സമസ്തന്റെ ജാഥ വഹിക്കുന്ന ആളെ പറ്റിയാ പറയുന്നത്, സംശയം വേണ്ട. എന്താ സൂക്കേട് എന്ന് മനസ്സിലാക്കണോ? അതെ, നാസർ ഫൈസി, കെ പി സക്കരിയ ബേഡ്ജും കുത്തിയിട്ട് മുജാഹിദിന്റെ നേതാക്കന്മാരും
ഇദ്ദേഹവും ഒന്നായിട്ടിരിക്കുന്ന ചിത്രം. മുജാഹിദ് സംസ്ഥാന സമ്മേളനം വയനാട് സുവനീർ. ഇയാളാണ് സമസ്തന്റെ ജാഥ നയിക്കുന്നത്. നിങ്ങൾ ആലോചിക്കണം, ഇങ്ങനെ ഒരു സമസ്ത ഉണ്ടോ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.